ഹലോ ദ ബ്യൂട്ടി ചാറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് പെട്ടെന്ന് മുടി വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു റെമഡി തയ്യാറാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് കരയാമ്പാണ് വേണ്ടത്, പിന്നെ ഇതുപോലെ കുറച്ച് അരിയും വേണം. അപ്പോൾ ഈ കരയാമ്പൂ റൈസ് വാട്ടർ എന്നൊക്കെ പറഞ്ഞാൽ മുടിക്ക് നല്ലതാണ് കേട്ടോ. കരയാമ്പൂ ഹൈ ലെവൽ ഓഫ് ആൻറ്റി ഓക്സിഡൻസ് ആണ് കരയാമ്പൂലൊക്കെ ഉള്ളത്. അപ്പോൾ അത് മുടിയുടെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാനും സ്ട്രെങ്തൻ ആക്കി വെക്കാനും പിന്നെ സ്കാൽപ്പിലുള്ള ഡാൻഡ്രഫൊക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ നല്ലതാണ്. പിന്നെ റൈസ് വാട്ടറാണ്. റൈസ് വാട്ടറിൽ അമിനോ ആസിഡ്സ്, വിറ്റാമിൻ ഇ, വിറ്റാമിൻ ബി, വിറ്റാമിൻ എ, പൊട്ടാസ്യം, കാൽസ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ ഇ എന്നൊക്കെ പറഞ്ഞാൽ മുടിക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് ഗ്രോത്തിന് വേണ്ടിയിട്ട്. മുടിയുടെ ഷൈനിങ് നിലനിർത്താനും നല്ലതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കാൻ നോക്കാം. ഇതുപോലെ ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. എന്നിട്ട് കരയാമ്പൂ, ഇത്രയും നേരത്തെ എടുത്ത് വെച്ച കരയാമ്പൂ അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. 10 മിനിറ്റ് തന്നെ തിളപ്പിക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു ഗ്ലാസ്സിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ ഞാനിതൊരു 4 മണിക്കൂർ മുന്നേ ഒരു കപ്പ് അരി ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട് ഇട്ടിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒരു 4 മണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്, റെമഡി ഉണ്ടാക്കുന്നത്. അപ്പോൾ 4 മണിക്കൂറിന് ശേഷം ഇതിങ്ങനെ കൈ വെച്ചിട്ട് നല്ലോണം അമർത്തി കൊടുക്കുക. എന്നിട്ട് ആ ഒരു കുതിർത്ത് വെച്ച വെള്ളം, അരി കുതിർത്ത് വെച്ച വെള്ളം ഇതുപോലെ ഒരു 5-6 സ്പൂണ് നമുക്ക് ആ ഒരു കരയാമ്പൂ തിളപ്പിച്ച വെള്ളം മാറ്റി വെച്ചിട്ടില്ലേ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം കേട്ടോ. നിങ്ങൾ ചോറുണ്ടാക്കുന്ന ഏത് അരി വേണമെങ്കിലും എടുക്കാം. ഒരു 4 മണിക്കൂറേലും കുതിർത്ത് വെക്കണമെന്ന് മാത്രം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ റെമഡി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കുറച്ച് കോട്ടൺ എടുക്കുക. എന്നിട്ട് ഇതിൽ മുക്കിയിട്ട് മുടിയുടെ റൂട്ട്സിലെല്ലാം നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലാക്കിയിട്ട് മുടിയുടെ റൂട്ട്സിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. എൻ്റെ സ്പ്രേ ബോട്ടിലില്ല, അപ്പോൾ ഞാനിത് കോട്ടൺ വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇതേ മുടി ഇതുപോലെ സെക്ഷൻ ആക്കി എടുക്കുക. എന്നിട്ട് മുടിയുടെ റൂട്ട്സിലെല്ലാം ആ കോട്ടൺ വെച്ചിട്ട് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് രാത്രി കിടക്കാൻ നേരത്ത് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങിക്കോളൂ. എന്നിട്ട് മോർണിംഗ് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇത് വീക്കിലി ഒരു 2-3 ടൈംസ് ഒക്കെ ചെയ്താൽ മതി കേട്ടോ. ഇത് മുടിയുടെ ഷൈനിങ് കൂട്ടാനും പുതിയ മുടി വളരാനും മുടി സ്ട്രെങ്തൻ ആയിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് മുടിയുടെ സ്കാൽപ്പ് തിക്നെസ് വന്ന പോലെയൊക്കെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് റിസൾട്ട് പറയാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. ടാറ്റാ.